സൂര്യഗായത്രിയാണ് തിരുവനന്തപുരത്തെ ആ വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ തെരഞ്ഞെടുപ്പിൽ ചട്ടലംഘനം ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി പരാതിയുമായി കോടതിയെ സമീപിക്കാനൊരുങ്ങി CPIM. വോട്ടെടുപ്പ് അസാധുവാക്കണമെന്നാണ് പരാതിയിലെ ആവശ്യം. ബലിദാനിയുടെ പേരിൽ ഉൾപ്പെടെയുള്ള പ്രതിജ്ഞ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് CPIM കൗൺസിലർ SP ദീപക് പറഞ്ഞു. BJP UDF അംഗങ്ങളായ 20 പേർ ചട്ടം ലംഘിച്ചെന്നും വോട്ടെടുപ്പ് നിയമവിരുദ്ധമാണെന്നും CPIM ആരോപിച്ചു. ചട്ടലംഘനത്തിനെതിരെ മേയർ തെരഞ്ഞെടുപ്പിനിടയിൽ CPIM പ്രതിഷേധിച്ചിരുന്നു. തരത്തിൽ BJPക്കെതിരെ ആരോപണം ഉയർത്തുന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് BJP അവിടെ മേയറെ നിർത്തി വിജയിച്ച് VV രാജേഷ് അവിടെ മേയറായി ചുമതല ഏറ്റിരിക്കുന്നത്. ഈ ഒരു മേയർ തെരഞ്ഞെടുപ്പിൽ ചട്ടലംഘനം ഉണ്ടായി എന്ന് ചൂണ്ടിക്കാട്ടി പരാതിയുമായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ ഒരു നിമിഷം CPIM എന്ന് പറയുന്നത്. CPIMനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം. അങ്ങനെ BJPയിലേക്ക് എത്തുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ആരോപണം കൂടി ഉയർത്തിക്കൊണ്ട് ചട്ടലംഘനം നടത്തി എന്നുള്ളൊരു ആരോപണം ഉയർത്തിക്കൊണ്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു CPIM. ഈ BJP കോൺഗ്രസ് കൗൺസിലർമാർ അതിൽ ഏറിയതും BJP കൗൺസിലർമാരാണ്. വിവിധ പേരുകളിൽ അല്ലെങ്കിൽ ബലിദാനിയുടെ പേരിൽ, ആറ്റുകാലമ്മയുടെ പേരിൽ, അത്തരത്തിൽ അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ ഇഷ്ടദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത കൗൺസിലർമാർ, അങ്ങനെ BJPയും കോൺഗ്രസും കൂടി ചേർന്ന് അങ്ങനെ ഒരു 20 കൗൺസിലർമാരുണ്ട്. അത്തരത്തിൽ ആ 20 കൗൺസിലർമാരുടെ വോട്ടെടുപ്പ് അസാധുവാക്കണമെന്നാണ് പരാതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമെന്നുള്ളത്. അതുതന്നെയാണ് ഇത്തരത്തിലുള്ള പ്രതിജ്ഞ, അങ്ങനെ ഇഷ്ടദൈവങ്ങളുടെയോ ബലിദാനിയുടെ പേരിൽ ഉൾപ്പെടെയുള്ള പ്രതിജ്ഞ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് CPIM കൗൺസിലർ SP ദീപക് പറയുന്നത്. അപ്പോൾ 20 പേർ ചട്ടം ലംഘിച്ചു എന്നാണ്, അവരുടെ വോട്ടെടുപ്പ് നിയമവിരുദ്ധമാണെന്നും കൂടിയാണ് CPIM ആരോപിക്കുന്നത്. ചട്ടലംഘനത്തിനെതിരെ മേയർ തെരഞ്ഞെടുപ്പിനിടയിൽ CPIM പ്രതിഷേധിക്കുക കൂടി ചെയ്തിരുന്നു.